ഹായ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, ഞങ്ങളിന്ന് വീട്ടിൻ്റെ അടുത്തില്ലേ അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെ 3 ദിവസത്തെ പരിപാടിയാണ്, 15, 16, 17. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനവും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ട്. എന്നും ഉണ്ട് കേട്ടോ അന്നദാനം, പോവലില്ല. എന്നെന്ന് പറഞ്ഞാൽ ഈ 3 ദിവസം പോവലില്ല, ഞങ്ങൾ അങ്ങനെ പോവലൊന്നുമില്ല. അപ്പം ഇന്നൊരാഗ്രഹം പോവാന്ന്, കാരണം പറയാൻ പറ്റില്ല ഈ കൊല്ലം മുഴുവനായിട്ട് ജീവനോടെ ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പോയി വരച്ച് അമ്മനെ ഞാൻ കമ്പനി ലീവാക്കിപ്പിച്ച്, അമ്മയ്ക്കിന്ന് പണിയുണ്ടേനി, ഞാൻ ലീവാക്കിപ്പിച്ച്. അപ്പോൾ നന്ദുമോളും മാറ്റി വരാൻ നിന്നപ്പോഴാണ് നന്ദുമോൾക്ക് ചെറിയൊരു പരിപാടി പ്ലാന്, എന്താ പറയുക, ഓരോ വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് ആൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നന്ദു അവിടെ നിന്ന്, ഓള് വേണമല്ലോ ഓളെ വോട്ട് ചേർക്കണമെങ്കിൽ. അപ്പോൾ ഓള് വോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരാറുണ്ട്. വീട്ടിൻ്റെ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. ഇവിടെ ഒരു പശു ഉണ്ടേ, അപ്പോൾ ഒരു പേടി സത്യത്തിൽ, ഇറങ്ങണം, ഭയങ്കര റിസ്ക്കാണ്. കുത്തു കൊള്ളേണ്ടി വരും. കുത്തല്ലട്ടാ, ഞങ്ങളെ നാട്ടിലുള്ള ഒരാളെ പശു കേട്ടാ. ദൈവമേ, കുത്തു കൊള്ളുമെന്ന് വിചാരിച്ച്, പക്ഷെ കുത്തു കൊണ്ടില്ല. ഞങ്ങൾ ഈ വീടിൻ്റെ ഇതിലേ ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. നേരിട്ട് പോവുകയാണെങ്കിൽ കുറേ വഴിയുണ്ട്. അപ്പോൾ ഇതിലെ ഷോർട്ട് അടിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക്, മണ്ണൂർ അമ്പലത്തിലേക്കൊക്കെ പോകണമെങ്കിൽ ചില സമയം ഇതിലെ ഷോർട്ട് അടിക്കും കേട്ടോ. എപ്പോഴും പോവലൊന്നുമില്ല, ആരാൻ്റെ തൊടി കൂടി എപ്പോഴും പോയാൽ പണി കിട്ടും. അപ്പോൾ ചില സമയങ്ങളൊക്കെ അമ്പലത്ത് പോകുമ്പോൾ ഇതിലെ പോവും, അല്ലെങ്കിൽ വണ്ടിക്ക് നേരെ പോകും. അപ്പം ഞങ്ങളൊരു നാട്ടിൻ പ്രദേശമാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് പോവാൻ വിചാരിച്ച്, പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച്. നന്ദു ആഗ്രഹിച്ച് നിന്ന് സദ്യ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഓള് ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ്. ചോറൊക്കെ ഞാൻ വെച്ചിന്, ചോറൊന്നും വെക്കാതെ പിന്നെ എവിടെയും പോകില്ല, നായ്ക്കുട്ടികളും ഉണ്ടല്ലോ, അതുകൊണ്ട് ചോറ് വെക്കാതെ എവിടെയും പോകില്ല, ചോറൊക്കെ വെച്ചിന്. അപ്പോൾ ഇനി ചോറൊക്കെ തിന്നിട്ട് വരാം. അതിൻ്റെ ഇടയിൽ നമുക്ക് അവിടുത്തെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം. വീട്ടിലേക്ക് ഇനി വേഗം പോയിട്ട് വരണം. വന്നിട്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, പണിയൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് പോവുക. ഞാൻ പിന്നെ എവിടെ പോവുകയാണെങ്കിലും അയ്യോ കിതക്കിന് കഴിച്ച് പണിയൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് പോവുക. അപ്പോൾ എങ്ങനെയുണ്ട് അമ്മൻ്റെ ചുരിദാർ, എങ്ങനെയുണ്ട്, സെറ്റല്ലേ? അടിപൊളി ചുരിദാറൊക്കെയാണ്. ഞങ്ങളിവിടെ നല്ല ഭംഗിയാട്ടോ, കാണിച്ചു തരാം സ്ഥലങ്ങളൊക്കെ, വഴികൾ. ഈ ഗൈസ് എന്ന് ഞാൻ പറയലില്ല ഇനി കേട്ടോ. ഇതിപ്പോൾ ഈ വായലിങ്ങനെ വരും ഈ ഒരു വാക്ക്. ഇനിയിപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു വാക്കിലൂടെ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഈ വാക്കിനെ, ഈ വാക്ക് ഞാൻ പ്രയോഗിക്കണേനെ ഭയങ്കര അട്ടഹാസവും ഭയങ്കര ചിരിയൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഞാൻ ഗൈസ് എന്ന് വിളിക്കുന്ന താല്പര്യമില്ല, നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അപ്പം നമ്മളിവിടെ അമ്പലക്കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലക്കുളത്തിലേക്ക് വരുന്ന ഒരു കയറ്റമാണ് കേട്ടത്. ഞങ്ങൾ ആദ്യമൊക്കെ ഈ അമ്പലക്കുളം ഇവിടെ കേട്ടോ, ഈ പറമ്പ് ഇതാ കാണുന്ന ആ പറമ്പിൻ്റെ അങ്ങോട്ടൊരു അമ്പലക്കുളം ഉണ്ട്. ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിൻ്റെ അവിടെ നിന്നൊക്കെ ഇതിലെയാണ് വരിക കേട്ടോ. ഈ കയറ്റം കയറി വന്ന് രാവിലെ തിരുമ്പി കുളിച്ച് പോവുക ചെയ്യുക. ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം താമസിച്ച വീട്ടിലേക്ക് ഇവിടുന്ന്. എന്നാലും ഞങ്ങൾക്ക് അന്ന് എല്ലാവർക്കും ഒരു ആശ്രയം ഇവിടെയുള്ളൊരു അമ്പലക്കുളം ഇനി കേട്ടോ. അങ്ങനെ ഞങ്ങളാ ഭാഗത്തുള്ള എല്ലാവരും ഈ അമ്പലക്കുളത്ത് വന്നിട്ടോ രാവിലെ തിരുമ്പി കുളിക്കുക. അതൊക്കെ മാറി കുളമൊക്കെ അടച്ച് അവിടെ കുട്ടികൾ മരണമൊക്കെ ആയപ്പോഴേ പിന്നെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും വെള്ളമുണ്ട്, കിണറുണ്ട് ഒക്കെ ആയി. ഒരുപാട് ജനങ്ങൾക്കന്ന് ആശ്രയം ഇനി അത്. സത്യം കഴിച്ച് ഞാനൊക്കെ 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് എന്നും രാവിലെ വരും. എൻ്റെ അമ്മമ്മേൻ്റെയും എൻ്റെയും അമ്മേൻ്റെയും തുണിയായിട്ട് അലക്കാൻ വരും. ഞാനാ വരിക, ഞാനും എൻ്റെ 2-3 കൂട്ടുകാരികളുണ്ടാവും. ഞങ്ങൾ വന്ന് തുണിയൊക്കെ അലക്കി വീട്ടിൽ കൊണ്ടുവച്ച് തുണി കാറിയിട്ട് പൈപ്പിൽ നിന്ന് 1-2 കുടം വെള്ളം കിട്ടും അന്നൊക്കെ. ആ വെള്ളം എടുത്ത് വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോവുക. ഞാനൊക്കെ സ്കൂളിൽ പോവൽ. ഇപ്പോഴത്തെ കാലത്തെ കുട്ടിയൊക്കെ രാവിലെ ഉറങ്ങി നീക്കുക, കുളിക്കുക, പല്ലേക്കുക, ചായ കുടിക്കുക, പോവുക. ആ പണികളൊന്നും ചെയ്യണ്ട അല്ലേ? അന്നത്തെ കാലം അങ്ങനെ, ഇന്നത്തെ കാലം ഇങ്ങനെ. ബോറടിച്ചോ എല്ലാവർക്കും? ബോറടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്താനായി, നമുക്ക് നോക്കാം അവിടെ തിരക്കുണ്ടോ എന്നൊക്കെ. ഗാനമേളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിന്, ഭജന നോക്കാം, ഉണ്ടെങ്കിൽ കേൾക്കാം, വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഏതായാലും എത്താനായിന് കേട്ടോ. ഏതായാലും എത്തി ഗൈസ്, ഭജന തുടങ്ങി കേട്ടോ. ഭക്തിഗാനമേളയാണ് തുടങ്ങിയാണ്. കേൾക്കണ്ടോ? കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ല. പരിപാടി നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ പകർത്താം കേട്ടോ. അമ്മ എൻ്റെ കൂടെ വാ ഗൈസ്. പതിനെട്ടാം പടിയല്ലോ പരമേശ്വരൻ നടയല്ലോ
വന്നിട്ടോ ഞങ്ങളിവിടെ ഭജന കേൾക്കേനി ഭജന കേൾക്കണതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് ഇപ്പൊ ഞാൻ കൂട്ടാൻ വന്നതാ. ഇനി ഞങ്ങള് ചോറ് തന്നിട്ടോ വിശക്കുണ്ട്. അമ്മക്ക് അവിടെ ഇരിക്കുക ഭജന കണ്ടിട്ട് ഞാനും അവിടെ ഇരിക്കേനി. പിന്നെ അമ്മക്ക് ചോറ് തന്നിട്ട് വരിയല്ല അത് ഭജന കേൾക്കാനുള്ള വരിയാണ്. ചോറ് തന്നിട്ട് കാണാം. നന്ദൂര് കൂട്ടുകാരുമ്പേക്ക് ഇവിടെ വരിയായി. നന്ദൂര് കൂട്ടുകാരുമ്പേക്ക് ഇവിടെ വരിയായി. ഞങ്ങള് ചോറുതാ വരിയായി. നന്ദുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കിക്കോ മുളസെ നോക്കിക്കോ നന്ദുട്ടിയെ നോക്കിക്കോ. സദ്യയാണ് ഗൈസ്. പൂപ്പന് സദ്യൻ്റെ ഒരു ഫോട്ടോ അയച്ചു. പൂപ്പന് സദ്യേൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണേ. പപ്പടം മുളസുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട്. നല്ല ജന കേട്ടോ നല്ല ജന. അപ്പം നമ്മളെ സദ്യ എന്താണെന്നുള്ള കാണണ്ടേ. നമ്മളെ സദ്യയുടെ വിഭവങ്ങൾ കേട്ടോ. ഇനി നമുക്ക് ചോറും കൂടെ വരാണ്ട്. ചോറും കൂടി വന്നിട്ട് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. നന്ദു ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ തിന്നുണ്ട്. നന്ദു ഇന്നലെ ഉണ്ടാക്കിയ അവിയൽ പോലെയാണത്. എന്താന്ന് ചോറ് കിട്ടി. ഇനി നമുക്ക് സാമ്പാർ വരുന്നുണ്ട്. ഭയങ്കര തിരക്കാട്ടോ. വലിയ പരിപാടി അവിടെ പ്രതിഷ്ഠാദിന മഹോത്സവമാണേ. ഒക്കെ നമ്മുടെ സാമ്പാർ വന്നു. ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ. സാമ്പാർ, കാബേജിൻ്റെ ഉപ്പേരി, പച്ചടി, അവിയൽ, പിന്നെ കുറച്ച് കൂട്ടുകറി. എങ്ങനെ കുഴയ്ക്കണത് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. അപ്പം ഇനി ചോറ് എന്നിട്ട് കാണാം കേട്ടോ ബാക്കി വീഡിയോസൊക്കെ. ഗായ്സ് അപ്പം ഞങ്ങൾ ചോറൊക്കെ തിന്ന് ഇറങ്ങിയിട്ടോ. എന്താ നമ്മളെ എൻ്റെ ഏട്ടൻ്റെ മോളാ. അതിൻ്റെ ഏട്ടൻ്റെ മോള് മൂത്തമ്മേൻ്റെ പേരക്കുട്ടി കേട്ടോ. മൂത്ത പേരക്കുട്ടി അത്. മൂത്ത പേരക്കുട്ടിയല്ല, മൂത്ത മോൻ്റെ രണ്ടാമത്തെ കുട്ടിയാണേ. അപ്പം ഞങ്ങൾ ചോറൊക്കെ തിന്ന് ഇങ്ങനെ നടക്കുകയാണ്. വീട്ടിലേക്ക് പോകണം. പിന്നെ ഞങ്ങൾക്ക് മണ്ണൂർ വള വരെ ഒന്ന് പോകണം. അപ്പോൾ ഏതായാലും ഇവരെ കൂടെ അങ്ങനെ പോവാം. പിന്നെ അത് അമ്മ ബാക്കിലുണ്ട് കേട്ടോ. ക്യാമറ പിടിച്ചിട്ട് കാണായിട്ടാ. പിന്നെ മൂത്തമ്മ അതാ സുന്ദരിയായിട്ട് മുന്നിലുണ്ട്. മഞ്ഞ ഷോള് കറുപ്പ് ടോപ്പൊക്കെ ഇട്ടിട്ട് നല്ല രസമില്ലേ ഗൈസ്. ഇതൊരു കോമ്പിനേഷനല്ലേ ഈ കളറ് അല്ലേ. നല്ല രസമുണ്ട്. സെറ്റല്ലേ സെറ്റ്. അപ്പം ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യത്തെ ലാസ്റ്റ് അന്നദാനം കഴിച്ച്. ഇനി ഈ കൊല്ലം ആയുസ് ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ കൊല്ലം അവിടെ ഇല്ല. ഇനി ഉത്സവങ്ങളാണ്. ഉത്സവ സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നാ പോയിട്ട്. അപ്പോൾ ഏതായാലും മണ്ണൂർവള വരുന്നു പോകണ്ടേ. ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി മണ്ണൂർവള വരെ പോവാ വിചാരിച്ചിട്ട് അവരെ കൂടെ അങ്ങോട്ട് നടക്കാം. നന്ദമോള് ചോറുന്ന് വീട്ടിൽ പോയി. നന്ദമോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ചോറുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓള് വന്ന് അത് ചോറുന്ന് ഓള് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഇനി വളവിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് ഇനിയും നമുക്കിതിലേക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളിക്കാം അല്ല മോളൂസേ. മോളൂസിന് ചിരിച്ചിട്ട് വയ്യാട്ടോ. ഞങ്ങൾ മണ്ണറോളിലൊക്കെ പോയി വരിക കേട്ടോ. 1-2 ആവശ്യങ്ങൾക്ക് പോയതിന് ആവശ്യങ്ങളൊക്കെ നടന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് നടന്ന് കുഴങ്ങി ഗൈസ്. ഓട്ടോയ്ക്കൊന്നും പോയില്ല വളവിലേക്ക്. ഞങ്ങൾ നടന്ന്
അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് നേരെ ചോറും കഴിച്ച് ഇങ്ങനെ നടന്ന് മൂത്തമ്മ കണ്ടേനില്ല. ഇപ്പോൾ പോയതൊക്കെ ഇങ്ങനെ റെഡിയായി കാര്യങ്ങൾ വരുന്നു. 2 പീടിയ പോയത് ഇനി സാധനത്തിനൊക്കെ അതൊക്കെ റെഡിയായി. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് കിടന്നുറങ്ങാം. അപ്പം നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.